പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ 30 വർഷത്തിനകം അതിൻ്റെ അപ്പുറത്തേക്ക് ഭൂമിയിൽ ജീവൻ സാധ്യമല്ല എന്നാണ് ഇപ്പോൾ സയൻറ്റിഫിക് എസ്റ്റിമേറ്റ്. 30 years ഒരു ജീവനും സാധ്യമല്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. 30 years. അപ്പോൾ വി ആർ ഗ്രൈൻഡിങ് ടുവേർഡ്സ് either a halt or a new beginning, maybe together. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എല്ലാതെങ്കിലും കാണാനുണ്ട് ഇപ്പോൾ. സർ, ഈ എഴുത്തച്ഛൻ കോൺട്രവേഴ്സിയിൽ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത്, 2016 എഴുത്തച്ഛൻ സമാജം പോയിട്ട് KC ജോസഫിനെ കണ്ട് ആവശ്യപ്പെട്ടിട്ട് താങ്കൾക്ക് അവാർഡ് തരുന്നില്ല. 2016 നവംബറിൽ തന്നെ പുതിയ ഗവൺമെന്റ് വരുന്നു, താങ്കൾക്ക് എഴുത്തച്ഛൻ അവാർഡ് തരുന്നു. ഈ ഒരു വർഷമില്ല, ഒരു 8 മാസത്തിൽ എന്താ സംഭവിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ? എനിക്കറിയില്ല, ഞാൻ ആരെയും അറിയില്ലല്ലോ, ഞാൻ ആരോടും പറയാനും പോയിട്ടില്ല, ഞാൻ ആരോടും ഒരു കാര്യവും പറയാറില്ല. ഇന്ന് വരെ എന്തെങ്കിലും ഒരു അവാർഡ് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ മാതൃഭൂമിയുടെ, അതിൻ്റെ കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 120 നോവലാണ് അവർക്ക് കിട്ടിയത് മാതൃഭൂമിക്ക് ആദ്യത്തെ ഈ മത്സരത്തിന്. NV കൃഷ്ണവാര്യരായിരുന്നു അന്നത്തെ അതിൻ്റെ ആൾ. അദ്ദേഹത്തിനെ 40 ഡിവൈഡ് ചെയ്തു. 40 ഡിവൈഡ് ചെയ്തിട്ട് 3 ജഡ്ജിമാരെ കണ്ടുപിടിച്ചിട്ട് ഓരോരുത്തർക്കും 40 വീതം അയച്ചു കൊടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു. വായിച്ചിട്ട് 5 എണ്ണം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും 5 എണ്ണം എടുത്തിട്ട് 3 ആളെയും വിളിച്ച് കോഴിക്കോട്ട് കൊടുത്തിട്ട് അവിടെ കൽപ്പക ലോകത്തിൽ കൊടുത്ത് താമസിപ്പിച്ചു. ഈ 5 എണ്ണം കൈമാറി വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ വായിക്കാത്ത 10 നോവൽ കാണുമല്ലോ, അത് 3 പേരും വായിക്കണമല്ലോ. അത് വായിച്ചിട്ട് അവർ മീറ്റിങ്ങിന് വന്നു. അവസാനം മാതൃഭൂമിയുടെ ഓഫീസിലെ KP കേശവമേനോൻ അധ്യക്ഷൻ, NV കൃഷ്ണവാര്യർ സൈലൻസ് സെക്രട്ടറി, ഈ 3 പേരെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, SK പൊറ്റക്കാട്, വേറൊരാളുണ്ട്, അയാളുടെ പേര് ഞാൻ പറയില്ല. അങ്ങനെ ചായയൊക്കെ കുറിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കൊച്ചി വർത്തമാനമൊക്കെ കഴിഞ്ഞ് അവസാനം എന്നാൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ അവസാനത്തെ ആൾ പറഞ്ഞു, അതെൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ ഒരു നോവൽ എഴുതിയിട്ട് അവർക്ക് കൊടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ പൊറ്റക്കാട് സ്വതവേ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു തരത്തിലും ആരോടും എതിർപ്പ് പറയാത്ത ഒരാളാണ്. പൊറ്റക്കാട് അങ്ങനെ ബുൾഗസിയ നിരുന്നു. കൃഷ്ണവാര്യർക്ക് മിണ്ടാൻ പാടില്ലല്ലോ, കൃഷ്ണവാര്യർ ഈസ് നോൺ ഇൻ്റർവ്യൂനിങ് സെക്രട്ടറി. കേശവൻ്റെ കണ്ണും കാണില്ലേ ചെവി കേൾക്കില്ല, അദ്ദേഹം ഒന്നും വായിച്ചിട്ടില്ല, അങ്ങനെ വെറുതെ ഒരു ഫിനോമിനൽ ഫിഗറിൽ ഹെഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് അങ്ങനെ തീരുമാനമാകുമെന്ന് വന്നപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം ഈ 2ാം മുണ്ട് എടുത്തിട്ട് ഈ കസേരയുടെ ചാലിൻ്റെ മുകളിൽ ഇട്ടിട്ടായിരിക്കുക, അങ്ങനെ ഒരു പതിവുണ്ട്. അതെടുത്ത് തോളിലിട്ടു, എണീറ്റു. അതെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവുക, ഈ ചോരയിൽ എനിക്ക് പങ്കില്ല. നമ്മൾ ഇത്രയൊക്കെ വായിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി മാർക്കൊക്കെ ഇട്ട് എഴുതി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുകിൽ അതൊക്കെ കൂട്ടിയിട്ട് ആർക്കാണോ മാർക്ക് കിട്ടണ ആൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ അത് ചിന്താവിഷയമായ ആ കൂടി പ്രശ്നമായി. അങ്ങനെയാണ് ഈ ഒന്നുമല്ലാത്ത ആരും അറിയാത്ത എനിക്ക് ഈ നോട്ട് വരുന്നത്. MT അവിടെ ഉണ്ടായിരുന്നു. അത് എനിക്കിവിടെ ആരെയും അറിയില്ല. ഞാൻ ഈ ന്യൂസ് പേപ്പർ ഡെസ്കിൽ നിന്ന് മറ്റൊരിടത്തേക്കും പോകാറില്ല. ഇവർ വീക്കിലി സെക്ഷൻ വേറെയാണ്. ഒരു തവണ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ നോർത്തിൽ വണ്ടി കാത്ത് നിൽക്കുകയാണ്. പൊറ്റക്കാട് ഞാനും ഉണ്ട്. എന്തൊക്കെയോ കുറേ വർത്തമാനം പറഞ്ഞപ്പോൾ വണ്ടി 2 മണിക്കൂർ പിന്നെയും വൈകിപ്പോൾ അവരിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അന്ന് പൊറ്റക്കാട് പറഞ്ഞൊരു കഥയാണിത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ദിവസം കൃഷ്ണവാര്യരുണ്ടായിരുന്നു. കൃഷ്ണവാര്യൻ ചോദിച്ചു, ഇങ്ങനെ SK ഇങ്ങനെ പറയുന്നല്ലോ, NV ശരിയാണോ എന്ന് ചോദിച്ചു. പറയുന്നത് എന്നാൽ ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ കൂടെ ഞാൻ പിന്നീട്, അന്ന് എനിക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. ഈ എഴുത്തുകാരനൊക്കെ അതിൻ്റെ ശേഷം പലപ്പോഴും പല ഗസ്റ്റ് ഹൗസുകളിലും പല പ്ലാറ്റ്ഫോമുകളിലും പ്രസംഗിക്കാനും നടക്കാനും കൂടാനൊക്കെ പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ മനുഷ്യൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതാണ് അയാളുടെ വലിപ്പം. റിയൽ ടീച്ചർ. നേരത്തെ പറഞ്ഞല്ലോ, ഉറൂബാണ് എഴുത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പക്ഷെ താങ്കളുടെ ആദ്യകാല എഴുത്തിലൊക്കെ MTയുടെ സ്വാധീനം ഭയങ്കര കാര്യമായി കാണാനുണ്ട്. അത് എന്താ ഡെലിബറേറ്റ് ആയിട്ട് സംഭവിക്കുന്നതാണോ അതോ? എൻ്റെ അല്ലാതെ അത് MTയുടെ എല്ലാ സ്വാധീനം. ഒരു തവണ ഈ പറഞ്ഞ പോലെ NV അല്ല ഇദ്ദേഹം PC കുട്ടീഷൻ ആകാശവാണിയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പഴയ കാലത്ത് വീട്ടിലൊരു സുഹൃത്തൊക്കെയാണ്. അച്ഛൻ്റെ ഒരു അടുത്ത ആളാണ്. അച്ഛമ്മയുടെ ചെല്ലപ്പെട്ടിയിലെ ഇടിച്ച പുകയിലെയാണ് മൂപ്പരുടെ വലിയ അട്രാക്ഷൻ. നല്ല ഭക്ഷണപ്രിയനുമാണ്. അപ്പോൾ വീട്ടിൽ വരും, അമ്മോട് പറയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കും, മുറുക്കും. അപ്പോൾ മുത്തശ്ശി പറയും കുട്ടീഷിൻ്റെ അടുത്തേക്ക് പോകരുത്, കാരണം ഈ 2 പല്ലിൻ്റെ ഇടയ്ക്കൊരു വിടവുണ്ട്,
ഉറക്കെ സംസാരിക്കുക. അപ്പോൾ ഉടുപ്പിൽ മുഴുവനും ഈ പുകയില ചുവപ്പ് തിരക്കി പോകരുത് എന്ന് പറയും. അങ്ങനെ ഞങ്ങളെ മാറ്റിയിരുത്തും. അങ്ങനെയുള്ള ആൾ ഒരു ദിവസം എന്നോട് കോഴിക്കോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു, ആകാശവാണിയിൽ. നീ വരുമ്പോൾ ഒരു ലേഖനം എഴുതിക്കൊണ്ട് അവിടെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, ഞാൻ കൊണ്ടുപോയി വിളിച്ചു. വന്നാൽ അവിടെ ഒരുപാട് പേരുണ്ട്. ഈ അക്കിത്തമുണ്ട്, ഈ ഉറവുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്ക് എത്തിക്കോടിയുണ്ട്. അവരൊന്നും പരിചയമില്ല. അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ടു. ഇതൊക്കെ വായിച്ച് റെക്കോർഡ് ചെയ്യിച്ചിട്ട് അദ്ദേഹം എന്നെ PC വിളിച്ച് എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു ചായയൊക്കെ കൊണ്ടുവന്ന് നീ അവിടെ ഇരിക്കേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, 2 കാര്യം പറയാനുണ്ട്. എന്താ PC? അതേ, എന്നെപ്പോലെ എഴുതാൻ ഞാൻ മതി, ഞാൻ താൻ വേണ്ട. എന്നെ താൻ അനുകരിക്കുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെയാണ് വാസ്തവം. അതുകൊണ്ട് അത് തൻ്റെ വഴിയല്ല. താൻ 3 സയൻസൊക്കെ പഠിച്ച ഒരാളല്ലേ, അതുകൊണ്ട് അത് ചെയ്താൽ മതി. കർശനം. പിന്നെ ഒരു കാര്യം, താൻ ഭാരതം വായിച്ചിട്ടുണ്ടോ? മഹാഭാരതം, അവർ എഴുത്തച്ഛൻ്റെ ഭാരതം. എടോ, അതല്ല, മൂലം വായിച്ചിട്ടുണ്ടോ ഭാരതം? എനിക്ക് സംസ്കൃതമൊക്കെ അറിയില്ല, എനിക്കത് വായിച്ചൂടെ? അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഉണ്ടാവണം. അത് ഒരു വട്ടമെങ്കിലും മുഴുവൻ വായിച്ചിട്ട് ഇനി എഴുതാവൂ, ഒന്നും എഴുതരുതല്ലാതെ. ഇങ്ങനെ 2 ഉപദേശം അദ്ദേഹം തന്നതാണ്. അപ്പോൾ എൻ്റെ ഈ നിഴൽപ്പാടുകളിലോ അല്ലെങ്കിൽ ഈ കണ്ണിമാങ്ങളിലോ ഒക്കെ കാണുന്ന 2 മരീചിക, ഈ 3 പുസ്തകത്തിലാണ് ഇത് കാണുക. ആദ്യത്തെ 3 പുസ്തകങ്ങൾ അത് PC-യുടെ ശൈലിയാണ്. പക്ഷേ MTയെ പിൻപറ്റാനുള്ള ഒരു ശ്രമം താങ്കളുടെ ലൈഫിലൊക്കെ കാണുന്നുണ്ട്. അത് എഴുത്തില്, സിനിമയില്, പത്രാധിപനായിരിക്കുക. MTയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഞങ്ങൾ ഒരേ കാലത്ത് ജീവിച്ച് ഒരേ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഒരേ രീതിയിൽ മൂവ് ചെയ്തുകൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള മത്സരം ഉണ്ടായിരുന്നു? മത്സരം ഇല്ലല്ലോ. കാരണം അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അത് ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മത്സരം എന്നൊരു സംഗതി തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ വാട്ട് ഐ ക്യാൻ ഡു ഈസ് വാട്ട് ഓൺലി ഐ ക്യാൻ ഡു. I should not be able to competing with you in doing something you are doing better than me. There's no point in doing that. ഈ റിയലൈസേഷൻ നേരത്തെ ഉള്ളതുകൊണ്ട് I am not competing with anyone whatsoever, whosoever. Was he doing better than you? ആര്? തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എഴുത്തിൽ തന്നെ പല കാര്യങ്ങളിലും പലയിടത്തും ഇത് കാണാം, എഡ്ജ് കാണാം. പക്ഷെ അത് നമ്മൾ അതിൻ്റെ കാറ്റഗറി നോക്കിയിട്ടല്ല, അതിൻ്റെ രീതി നോക്കിയിട്ടല്ല, പ്രചാരം നോക്കിയിട്ടല്ല, പക്ഷെ അതിൻ്റെ ഡൂയിങ്ങിലുള്ള വ്യത്യാസം കൊണ്ട് 2 കൂട്ടരും ചെയ്യുന്ന 2ആണ്. ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. എന്നും ഒരു അനിയനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ വാസുവേട്ടാന്നെ വിളിക്കുക. വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ, ആർക്കെങ്കിലും വല്ല കാര്യം കിട്ടാണ്ടാകും, അവർ വല്ല നുണയും പറഞ്ഞുണ്ടാക്കും. ഒരു വലിയ വൃക്ഷമായിട്ട് അവിടെ നിൽക്കുന്നു. ശ്രീരാധാകൃഷ്ണൻ അത്രയ്ക്ക് വലിയ വൃക്ഷമായില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ല, വൃക്ഷം അല്ലല്ലോ ഞാൻ മനുഷ്യനല്ലേ.